നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തായ്ലാന്റിൽ സൈനികൻ ആൾക്കൂട്ടത്തിന് നേരെ നടത്തിയ വെടിവെപ്പിൽ ഇപ്പോൾ 27 പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഫേസ്ബുക്ക് ലൈവ് ഓണാക്കിയായിരുന്നു സൈനികൻ ഇത്തരത്തിൽ ആളുകൾക്ക് നേരെ വെടി ഉതിർത്തത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത. തായ്ലാന്റിൽ പണം ഇടപാടിനെ ചൊല്ലിയാണ് സൈനികർ ഇത്തരത്തിൽ ക്ഷുഭിതനായി വെടിവെക്കേണ്ട ഒരു അവസ്ഥയുണ്ടായത്. 57 പേർക്കാണ് ഈ വെടിവെപ്പിൽ പരിക്കേറ്റത്. മെഷീൻ ഗൺ ഉപയോഗിച്ച് നിരപരാധികളായ ആളുകൾക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു ഇയാൾ ചെയ്തതെന്നാണ് പോലീസ് വക്താവ് പറഞ്ഞിരിക്കുന്നത്. തായ് സൈന്യത്തിന്റെ ജൂനിയർ ഓഫീസറായ ജക്രാഫത്ത് തൊമ്മ എന്ന 32 കാരനാണ് ആക്രമണം നടത്തിയത്. ബാങ്കോങ്ങിന് 250 കിലോമീറ്റർ വടക്ക് കിഴക്കുള്ള നാഗോൻ രാമാച്ചിമ നഗരത്തിൽ ശനിയാഴ്ച വൈകിട്ട് ആരംഭിച്ച വെടിവെപ്പിൽ ഞായറാഴ്ച രാവിലെയാണ് അവസാനിച്ചത്. ഒടുവിൽ ഒരു മാളിൽ കയറി ആളുകളെ വെടിവെച്ചിട്ട് ഇയാൾ തായ് സൈന്യത്തിന്റെ ഷാർപ്പ് ഷൂട്ടർമാർ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. 16 മണിക്കൂറാണ് കൊലയാളി അഴിഞ്ഞാടിയെന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. എന്തായാലും പട്ടാളക്കാരൻ ഇത്തരത്തിൽ വെടിവെപ്പ് നടത്തിയ പ്രദേശം ഇപ്പോൾ പോലീസിന്റെ സുരക്ഷാ വലയത്തിനുള്ളിലാണ്. സെർച്ച് മേയർ ജപ്ത് തൊമ്മ എന്ന വ്യക്തിയാണ് വെടി ഉതിർത്തതെന്നാണ് പോലീസ് പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വെടിവെപ്പിന്റെ വീഡിയോ പ്രചരിച്ചതോടുകൂടി ജനം വലിയ പരിഭ്രാന്തിയിലായി. നഗരത്തിലെ പ്രമുഖ ഷോപ്പിംഗ് മാളിൽ വെച്ചും സൈനികൻ വെടിയുതിർക്കുകയും അവസാനം അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ അക്രമിയുടെ കമാൻഡിംഗ് ഓഫീസറായ സൈനികനും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത. ഒരു സൈനിക ക്യാമ്പിൽ നിന്ന് മോഷ്ടിച്ച തോക്കും മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ചായിരുന്നു ഇത്തരത്തിലുള്ള ആക്രമണം ഇയാൾ നടത്തിയത്. മോഷ്ടിച്ച സൈനിക വാഹനത്തിലാണ് ഇയാൾ നഗരത്തിൽ എത്തിയതെന്നാണ് പോലീസ് ലഫ്റ്റനന്റ് കേണലായ മോക്കോൽ കുപ്സിരി പറഞ്ഞത്. നഗരത്തിലെത്തിയ ഇയാൾ ബുദ്ധക്ഷേത്രത്തിലും സമീപത്തുമുണ്ടായിരുന്ന ഷോപ്പിംഗ് മാളിലും വെടിവെപ്പ് നടത്തുകയും ചെയ്തു. 16 പേരെ ഇയാൾ ബന്ദിയാക്കിയതായി തായ് പ്രദേശ മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി ആദ്യം സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. ആക്രമണത്തിന്റെ ഉദ്ദേശം വ്യക്തമല്ല എന്നാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. ആക്രമണത്തെക്കുറിച്ച് സൂചന നൽകുന്ന സന്ദേശങ്ങൾ പ്രതി നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. ആർക്കും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല, ഞാൻ കീഴടങ്ങണോ തുടങ്ങിയ സന്ദേശങ്ങളും യന്ത്രത്തോക്കി നിൽക്കുന്ന ചിത്രവും ഇയാൾ തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും മെന്റൽ ഡിസബിലിറ്റി ഉള്ള ഒരാളാവാനാണ് സാധ്യത തെളിഞ്ഞു വരുന്നത്. തായ് സൈന്യത്തിന്റെ ജൂനിയർ അസിസ്റ്റന്റായ സെർച്ച് മേയർ ജഫ്രാൻ തൊമ്മ 32 ഇത്തരത്തിൽ കൂട്ടക്കൊല നടത്തിയത്. ആദ്യം സൈനിക ക്യാമ്പിൽ തന്റെ കമാൻഡിംഗ് ഓഫീസറെയും മറ്റ് 2 സൈനികരെയും വെടിവെച്ച് കൊന്ന ശേഷം അദ്ദേഹം പുറത്തു ചാടുകയായിരുന്നു. അതിനുശേഷമാണ് നഗരത്തിൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. വെടിവെപ്പിന്റെ ദൃശ്യങ്ങൾ ഇയാൾ ഫേസ്ബുക്കിലൂടെ തന്നെ ലൈവ് ഇട്ടത് ജനങ്ങളെ കൂടുതൽ പരിഭ്രാന്തിലാക്കുവാൻ മാത്രമാണ് കാരണമായത്. സൈനിക ക്യാമ്പിൽ നിന്ന് മോഷ്ടിച്ച തോക്ക് ഉപയോഗിച്ചായിരുന്നു ഈ ആക്രമണം അയാൾ നടത്തിയത്. മോഷ്ടിച്ച സൈനിക വാഹനത്തിൽ നഗരത്തിലെത്തിയ ഇയാൾ ബുദ്ധക്ഷേത്രത്തിലും സമീപത്തുമുണ്ടായിരുന്ന ഷോപ്പിംഗ് മാളിലും വെടിവെക്കുകയും ചെയ്തു. ഷോപ്പിംഗ് മാളിലെ 100 കണക്കിന് ആളുകളെ പോലീസ് സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മൂലം ജഫ്രാൻ തോമ അസ്വസ്ഥനായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. മരണത്തിൽ നിന്ന് ആർക്ക് രക്ഷപ്പെടാനാവില്ല, ഞാൻ കീഴടങ്ങണോ വേണ്ടിയോ തുടങ്ങിയ വാക്കുകളാണ് അയാൾ ഫേസ്ബുക്കിലൂടെ ഇതിനു മുമ്പ് കുറിച്ചിട്ടത്. അക്രമിയുടെ ഫോട്ടോ മോസ്റ്റ് വാണ്ടഡ് എന്ന കുറിപ്പോടുകൂടി തായ് പോലീസിന്റെ ഫേസ്ബുക്കിൽ കൊടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഒരു സൈനികൻ തന്നെ ആൾക്കാരെ ഇത്രയധികമായി വെടിവെച്ചിടുമ്പോൾ ലോകത്തിന്റെ സുരക്ഷ എന്നുള്ള ആശങ്കയിലാണ് ജനങ്ങൾ ഇപ്പോൾ ഉള്ളത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.